ഹലോ കൂട്ടുകാരെ, കേരള PSC ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ തസ്തിയിലേക്ക് നടത്തുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേറ്ററി ട്രെയിനിങ് ക്ലാസ്സുകളാണ് നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഏകദേശം 140ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 141 മുതലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കഴിഞ്ഞ വീഡിയോസുകളെല്ലാം കാണുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The device used to protect eyes while grinding is options: hand screen, helmet, chipping goggles and chipping screen. Grinding നമ്മൾ ഐ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ചിപ്പിംഗ് ഗൂഗിൾസ് ആണ്. ഓപ്ഷൻ സി ചിപ്പിംഗ് ഗൂഗിൾസ് ആണ്. നമുക്ക് മറ്റ് സേഫ്റ്റി ഡിവൈസുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മൾ വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന മറ്റ് സേഫ്റ്റി ഡിവൈസുകൾ. ആർക്ക് വെൽഡിങ് മാസ്ക്, ഗ്ലൗസ് നമ്മൾക്കറിയാം. സേഫ്റ്റി ഗൂഗിൾസ് ആണിത്. ഓക്സി അസറ്റിലിൻ വെൽഡിങ് ഗൂഗിൾസ് ആണിത്. സ്പെഷ്യലി പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളൊരു കവറിങ് ഒക്കെ ഉള്ള ഒരു ഗൂഗിൾസ് ആണ് ഇത്. വർക്കിംഗ് ഗ്ലൗസ് ആണ്. ഷൂസ് ഉണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഇൻഹെയിൽ ചെയ്യുന്നതിന് വേണ്ടി, നമുക്ക് പോയ്സണസ് ഗ്യാസ് ഇൻഹെയിൽ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റെസ്പിറേറ്ററി പാഡാണത്. ദെൻ ഹിയറിംഗ് പ്രൊട്ടക്ഷൻ വരെ നമുക്ക് യൂസ് ചെയ്യാവുന്ന സേഫ്റ്റി എക്യുപ്മെൻറ്റ്സുകളിൽ പെടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഗ്രൈൻഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സേഫ്റ്റി ഗൂഗിൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെയിം ദ ഫ്ലക്സ് യൂസ്ഡ് ഫോർ ബ്രേസിംഗ് ഓഫ് MS ഷീറ്റ്സ്. ഓപ്ഷൻസ്: ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിങ്ക് ക്ലോറൈഡ്, ടോളോറിസീൻ ആൻഡ് ഓപ്ഷൻ ഡി ബോറാക്സ്. നമുക്കറിയാം ഫ്ലക്സ് ബ്രേസിംഗിൽ MS ഷീറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ബോറാക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അസറ്റിലിൻ ഗ്യാസ് ഈസ് ഡിസോൾവ്ഡ് ഇൻ ഡാഷ് ലിക്വിഡ് ഇൻ സിലിണ്ടർ. അസറ്റിലിൻ ഗ്യാസ് നമ്മൾ ഡിസോൾവ് ചെയ്ത് അസറ്റോണിലാണ് നമ്മൾ ഡിസോൾവ് ചെയ്ത് വെക്കുന്നത്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. നമുക്ക് അതിൻ്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് അസറ്റിലിൻ സ്റ്റോറേജ് സിലിണ്ടർ. നമുക്ക് കമ്പയർ ടു ഓക്സിജൻ സിലിണ്ടർ, അസറ്റിലിൻ സിലിണ്ടർ കുറച്ച് സൈസ് കുറവായിരിക്കും, മെറൂൺ കളറായിരിക്കും. നമ്മൾ അസറ്റിലിൻ സ്റ്റോർ ചെയ്യുന്നത് അസറ്റോണിലാണ്. അസറ്റോൺ ക്യാൻ അബ്സോർബ് മെനി ടൈംസ് ഓഫ് ഇറ്റ്സ് വോള്യൂം ഇൻ അസറ്റിലിൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ അസറ്റിലിൻ. പോറസ് ഫില്ലർ അസറ്റോൺ 42%. അതിൻ്റെ വേരിയസ് മെഷർമെൻറ്റ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അസറ്റോൺ ആണ്. ഓപ്ഷൻസ് വാട്ടർ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കെറോസിൻ ഒക്കെ ഉണ്ട്. നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് അസറ്റോൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ കളർ കോഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഈസ്. നമുക്കറിയാം ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിൻ്റെ കളർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കളറിലാണ് ഓക്സിജൻ സിലിണ്ടർ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഓക്സിജൻ സിലിണ്ടർ. ഈ ഒരു രീതിയിലായിരിക്കും ഓക്സിജൻ സിലിണ്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. കമ്പയർ ടു അസറ്റിലിൻ സിലിണ്ടർ, ഓക്സിജൻ സിലിണ്ടറിന് സൈസ് കുറച്ച് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓയിൽ ആൻഡ് ഗ്രീസ് ക്യാൻ റിയാക്ട് വയലൻ്റ്ലി വെൻ കോണ്ടാക്ട് വിത്ത് ഹൈ പ്രഷർ ഡാഷ്. ഓപ്ഷൻസ്: കാർബൺ ഡൈ ഓക്സൈഡ്, പ്രൊപ്പൈൻ, ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. നമുക്കറിയാം ഓക്സിജനും ഗ്യാസും ഓക്സിജനുമായിട്ട് ഹൈ പ്രഷറിൽ കോണ്ടാക്ട് വരുമ്പോഴാണ് അത് വയലൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ സി ഓക്സിജൻ ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്സിജൻ ആൻഡ് ഗ്രീസ് ക്യാൻ റിയാക്ട് വയലൻ്റ്ലി വെൻ കോണ്ടാക്ട് വിത്ത് ഹൈ പ്രഷർ ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വെൻ ഹൗസ് പ്രൊട്ടക്ടർ ഈസ് ഫിറ്റഡ് ദ ഗ്യാസ് ക്യാൻ ഫ്ലോ ഓൺലി. ഓപ്ഷൻസ്: ബ്ലോ പൈപ്പ് ടു സിലിണ്ടർ, സിലിണ്ടർ ടു ബ്ലോ പൈപ്പ്, ബോത്ത് വേയ്സ് ആൻഡ് ഓപ്ഷൻ ഡി വിൽ നോട്ട് ഫ്ലോ. നമുക്കറിയാം ഹൗസ് പ്രൊട്ടക്ടർ വയ്ക്കുന്നത് തിരിച്ച് ഗ്യാസ് സിലിണ്ടറിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. സോ ഓപ്ഷൻ ബി സിലിണ്ടർ ടു ബ്ലോ പൈപ്പ് ആണ് റൈറ്റ് ആൻസർ വരുന്നത്. സിലിണ്ടർ ടു ബ്ലോ പൈപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സോൾഡറിങ് ഈസ് എ മെത്തേഡ് ഓഫ് ജോയിനിങ് ടു മെറ്റൽസ് പീസസ് ബൈ മീൻസ് ഓഫ് തേർഡ് മെറ്റൽ ഹാവിങ് റിലേറ്റീവ്ലി ഡാഷ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ. സോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ മെറ്റൽ ജോയിനിങ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. 450 ഡിഗ്രീസ് താഴെയാണ് നമ്മൾക്ക് സോൾഡറിങ് നമ്മൾ ചെയ്യുന്നത്. 450 to 850 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നമ്മൾ ബ്രേസിങ് ചെയ്യുന്നത്. അപ്പോൾ സോൾഡറിങ്ങിൽ നമ്മുടെ ബേസ് മെറ്റലിനേക്കാളും മെൽറ്റിംഗ് പോയിന്റ് കുറവായിട്ടുള്ള ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള തേർഡ് മെറ്റൽ വെച്ചിട്ടാണ് നമ്മളിവിടെ സോൾഡറിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ലോ, ഹൈ, ഈക്വൽ ആൻഡ് എബവ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ലോ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. സോൾഡറിങ് ഈസ് എ മെത്തേഡ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ പീസസ് ബൈ മീൻസ് ഓഫ് തേർഡ് മെറ്റൽ ഹാവിങ് റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: the flow of molten solder in the gap between the workpieces is driven by dash forces. Options: A. Centrifugal, option B. Capillary, option C. Viscosity and option D. Wetting. മോൾട്ടൻ സോൾഡർ ഗ്യാപ്പിലൂടെ ഇറങ്ങി പോകുന്ന അല്ലെങ്കിൽ വർക്ക് പീസിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ ഒരു ഫോഴ്സിന് നമ്മൾ കാപ്പിലറി ഫോഴ്സ് എന്നാണ് പറയുന്നത്. കാപ്പിലറി ഫോഴ്സ്. ഓപ്ഷൻ ബി കാപ്പിലറി ഫോഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സോൾഡേഴ്സ് മെൽറ്റ് അറ്റ് എ ടെമ്പറേച്ചർ
ഡാഷ് ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം സോൾഡർ മെൽറ്റ് ചെയ്യുന്നത് ബിലോ 350 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. വേണമെങ്കിൽ ബിലോ 450 ഉണ്ടെങ്കിൽ ബിലോ 450 കൊടുത്താലും ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ ഓപ്ഷൻസിൽ എബവ് 350, ബിലോ 350, എബവ് 450, നൺ ഓഫ് ദ എബവ് ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും ചൂസബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബിലോ 350 ആണ്. സോൾഡർ മെൽറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ 350 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് soldering flux has a melting point. Dash the melting point of the solder. Option A low, high, equal and above. സോൾഡറിനേക്കാളും ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും സോൾഡറിങ് ഫ്ലക്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത്. ലോ. സോൾഡർ ഫ്ലക്സ് ഹാസ് എ മെൽറ്റിംഗ് പോയിന്റ് ലോവർ ദാൻ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ സോൾഡർ. ദറ്റ് ഈസ് ഓപ്ഷൻ എ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു ആൾ.